അധ്യക്ഷനായി ചുമതലയേറ്റതിനു പിന്നാലെ ബിജെപിയിൽ പിടിമുറുക്കി രാജീവ് ചന്ദ്രശേഖർ. പാർട്ടിയിലേക്കുള്ള ആദ്യ നിയമനം നടത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി സോഷ്യൽ മീഡിയകളുടെ ചുമതല നൽകി. നേരത്തെ ഉണ്ടായിരുന്നവരെ വെട്ടിയാണ് ഈ നീക്കം. നേരത്തെ സോഷ്യൽ മീഡിയ ജയശങ്കറും സുവർണ പ്രസാദുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ ജയശങ്കർ മുരളീധരന്റെയും സുവർണ പ്രസാദ് കെ സുരേന്ദ്രന്റെയും വിശ്വസ്തരായിരുന്നു. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി നോബിക്ക് ജാമ്യം അനുവദിച്ചത്. നോബി കഴിഞ്ഞ 28 ദിവസമായി റിമാൻഡിലായിരുന്നു. ഏറ്റുമാനൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. ഷൈനിയും പെൺമക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത്. വയനാട് കൽപ്പറ്റയിലെ ആദിവാസി യുവാവ് ഗോകുലിന്റേത് കൊലപാതകമെന്ന് കുടുംബം. പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. പോലീസ് നേരത്തെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗോകുലിനെ കിട്ടിയാൽ വിടില്ലെന്ന് കൽപ്പറ്റ CI പറഞ്ഞതായും കുടുംബം ആരോപിച്ചു. മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ അനുവദിക്കില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. വഖഫ് ബില്ലിനെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇത് പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നും മതേതര കക്ഷികൾക്ക് അംഗീകരിക്കുവാനാകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബില്ല് സഭയിൽ പാസ്സായാൽ നിയമപരമായി നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അതേസമയം ബില്ല് മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, നാളെ മറ്റ് ജനവിഭാഗങ്ങളുടെയും സ്വത്ത് പിടിച്ചെടുക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. നാളെ വൈകിട്ട് 3 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം ആരംഭിച്ച ശേഷം ഇത് 3-ാം തവണയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമെന്നും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭ്യമായാൽ മാത്രമേ പിന്മാറുകയുള്ളൂവെന്നും സമരസമിതി നേതാവ് മിനി പറഞ്ഞു. നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ലഹരി കൈമാറിയെന്ന് ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിയുടെ മൊഴി. ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലിമ സുൽത്താന എന്ന യുവതിയാണ് മൊഴി നൽകിയത്. ഇരു താരങ്ങളുമായി യുവതിക്കുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരെ NIAക്ക് പരാതി. സിനിമ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശി ശരത് ഇടത്തിലാണ് പരാതി നൽകിയത്. അന്വേഷണ ഏജൻസികളെ ചിത്രം തെറ്റായി ചിത്രീകരിച്ചുവെന്നും പരാതിയിലുണ്ട്. സിനിമ ദേശസുരക്ഷയെ ബാധിക്കുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അതിനിടെ എമ്പുരാൻ റീഎഡിക്ട് ചെയ്ത പതിപ്പിന്റെ പ്രദർശനം സംസ്ഥാനത്ത് പല തിയേറ്ററുകളിലും ആരംഭിച്ചു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ പതാക ഉയർന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിപിൻ ബസുവാണ് പതാക ഉയർത്തിയത്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ മുതിർന്ന നേതാക്കളെല്ലാം സമ്മേളന നഗരിയിൽ എത്തിയിരുന്നു. PB അംഗം BV രാഘവലു ആണ് സംഘടനാ റിപ്പോർട്ട് കോൺഗ്രസിൽ അവതരിപ്പിച്ചത്. കൂടാതെ CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ വിവിധ ഇടതു പാർട്ടി പ്രതിനിധികളും കോൺഗ്രസിൽ പങ്കെടുത്തു. ബാറ്റ്മാൻ ഫോർ എവർ, ടോപ്പ് ഗൺ തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. ചൊവ്വാഴ്ച LAയിൽ വെച്ചാണ് നടൻ അന്തരിച്ചത്. 65 വയസ്സായിരുന്നു. ന്യൂമോണിയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് മകൾ മേഴ്സിഡസ് കിൽമർ മാധ്യമങ്ങളോട് അറിയിച്ചു. 2014-ൽ നടന്ന തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയെങ്കിലും അത് സുഖം പ്രാപിച്ചിരുന്നു.